എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ ജനറൽ തസ്തികയിൽ 40 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. ട്രെയിനിങ് കാലയളവിൽ പ്രതിമാസം 88,620 രൂപ റെമ്യൂണറേഷനായി ലഭിക്കുന്നതാണ്. മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ ജനറൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 28 വയസ്സാണ്. മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ ടെക്നിക്കൽ തസ്തികയിൽ 13 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി വരുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 28 വയസ്സാണ്. അക്കൗണ്ടൻ്റ് തസ്തികയിൽ നിലവിൽ 9 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. അക്കൗണ്ടൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 30 വയസ്സാണ്. സൂപ്രണ്ടൻ്റ് തസ്തികയിൽ നിലവിൽ 22 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 30 വയസ്സാണ്. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ നിലവിൽ 81 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 29,000 രൂപ മുതൽ 93,000 രൂപ വരെയാണ് ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 28 വയസ്സാണ്. മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ ജനറൽ, മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ ടെക്നിക്കൽ, അക്കൗണ്ടൻ്റ്, സൂപ്രണ്ടൻ്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓൺലൈൻ എക്സാമിൻ്റെയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓൺലൈൻ എക്സാമിൻ്റെയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് 14/12/2024 മുതൽ 12/1/2025 വരെയാണ്. ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത്. മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ ജനറൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും 60% കുറയാതെയുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ, പേഴ്സണൽ മാനേജ്മെൻറ്റിലോ, ഹ്യൂമൻ റിസോഴ്സസിലോ, ഇൻഡസ്ട്രിയൽ റിലേഷനിലോ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലോ ഉള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ്. മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ ജനറൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ എക്സ്പീരിയൻസിൻ്റെ ആവശ്യം ഇല്ല. മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ ടെക്നിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേഷനാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ അഗ്രികൾച്ചർ, എൻറ്റമോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി ഇവയിൽ ഏതെങ്കിലും ആകാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അക്കൗണ്ടൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത BCom അല്ലെങ്കിൽ BA ഇൻ കോമേഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ SAS അക്കൗണ്ട്സ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. സൂപ്രണ്ടൻ്റ് ഇൻ ജനറൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദമാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ എക്സ്പീരിയൻസിൻ്റെ ആവശ്യം ഇല്ല. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് സുവോളജി, കെമിസ്ട്രി ഓർ ബയോളജി. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനും എക്സ്പീരിയൻസിൻ്റെ ആവശ്യം ഇല്ല. SC, ST, OBC, PWBD, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനുണ്ട്. SC, ST കാറ്റഗറിക്ക് 5 വർഷവും, OBC കാറ്റഗറിക്ക് 3 വർഷവും, PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷവും, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് 5 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത്. ജനറൽ, EWS, OBC കാറ്റഗറിക്ക് 1,350 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. SC, ST, PWBD, എക്സ് സർവീസ്മാൻ വിമൻ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സെൻട്രൽ വെയർഹൗസ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.cewacor.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത്. മറ്റ് പേയ്മെൻറ്റ് മോഡുകൾ സ്വീകരിക്കുന്നതല്ല. കേരളത്തിൽ എക്സാം സെൻ്റർ ഉണ്ട്.
കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, തൃശ്ശൂർ, കോട്ടയം എന്നിവിടങ്ങളിലാണ് കേരളത്തിലുള്ള എക്സാം സെൻ്ററുകൾ. അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.cewacor.nic.in ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 12/1/2025 ആണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷനിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.